നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചു ആറ്റത്തിൻ്റെ അകത്ത് ആറ്റം പിന്നെയും ഡിവൈഡ് ചെയ്യാം. ആറ്റത്തിൻ്റെ അകത്ത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, പ്രോട്ടോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്ന ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്, ആറ്റത്തിൻ്റെ ഘടന. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ഓരോ സയൻറ്റിസ്റ്റുകളും ആറ്റം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഓരോ മോഡലുകൾ പ്രപ്പോസ് ചെയ്തു ഓരോരുത്തർ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന മോഡൽ തോംസൺ മോഡലാണ്. തോംസൺ മോഡലിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡിയാണ്. അതിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് വിതറിയിട്ടേക്കുവാണ്. അതായത് ഇപ്പോൾ ഒരു വാട്ടർമെലണില്ലേ, തണ്ണിമത്തങ്ങയ്ക്കകത്ത് കുരു ഇരിക്കുന്നില്ലേ, ആറ്റം എന്ന് പറഞ്ഞാൽ തണ്ണിമത്തങ്ങ. ആ തണ്ണിമത്തങ്ങയ്ക്കകത്ത് കുരുക്കളില്ലേ, സീഡ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോൺ. അപ്പം തണ്ണിമത്തങ്ങയ്ക്കകത്ത് കുരു ഇരിക്കുന്നത് പോലെയാണ് ആറ്റത്തിൻ്റെ അകത്ത് എന്താണ് ഇലക്ട്രോൺസ് വിതറി ഇങ്ങനെ ഇട്ടിരിക്കുവാണെന്നാണ് തോംസൺ തന്നെ മോഡലിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോഡലിൻ്റെ വേറൊരു പേരാണ് വാട്ടർമെലൺ മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ എന്ന്. അതായത് പറഞ്ഞിരിക്കുന്നത് ആറ്റംസ് കുഡ് ബി കൺസിഡേർഡ് ആസ് എ ലാർജ് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി വിത്ത് എ നമ്പർ ഓഫ് സ്മോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് സ്കാറ്ററിങ് ത്രൂ ഇറ്റ്. അതായത് ആറ്റം എന്ന് പറഞ്ഞ ഒരു വലിയ പോസിറ്റീവ് ചാർജുള്ളൊരു ബോഡിയാണ്, ഒരു സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെ അകത്ത് എന്താണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഇത് കണക്കിനെ വിതറി ഇട്ടേക്കുവാണെന്നാണ്